പച്ചക്കറി നമുക്ക് രാവിലെ ചെമ്മീൻ കിട്ടിയിട്ട് അപ്പൊ അതിനെ കൊണ്ട് ഇൻഗ്രീഡിയൻസ് പറയാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, ഇത്രയും സാധനമാണ് വേണ്ടത്. തേങ്ങാക്കൊത്താണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നമുക്ക് തുടങ്ങാം. ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കണം. ആദ്യം തന്നെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചിടാം. ഇതിൻ്റെ കൂടെ തന്നെ 2-3 പച്ചമുളക് പൊടി ചേർക്കാം. ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർക്കണം. ഇത് ഏകദേശം വഴന്നു വന്നു. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ പൊട്ടിക്കാം. ഇത് ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉള്ളി, 2 ഉള്ളി മുറിച്ചത് കട്ട് ചെയ്ത് 2 ഇത്ര വേണ്ട, അതിൽ മതി. ചെമ്മീൻ കുറച്ച് കുറവുണ്ടെങ്കിൽ ഇതിൽ മതി. വഴന്നു വന്നിട്ടുണ്ട്. കുറച്ച് കൂട്ടിയിട്ടുണ്ട് വഴന്നു വരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി വെക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. ഇത് അടക്കാനുള്ള ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് ഗരം ഇട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെമ്മീനിടാം. കുറച്ചും കൂടി ഉപ്പിടേണ്ടി വരും. നേരത്തെ കുറച്ച് ഉപ്പിട്ടിന്, എന്നാലും കുറച്ചും കൂടി ഇടേണ്ടി വരും. കുറച്ചിട്ട് അങ്ങനെ കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് സമയം അടച്ചു വെക്കാം. ഇതൊന്ന് ശരിക്ക്
വെന്ത് വരട്ടെ. ഇതിലൊരു ചെറിയ കഷ്ണം കുടംപൊടി കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്യാം. നമുക്കിത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇത് കടി നമ്മളെ ചെമ്മീനെല്ലാം ശരിക്ക് വന്നിട്ടുണ്ട്. എണ്ണയെല്ലാം ഏകദേശം തെളിഞ്ഞ് വന്നു. നല്ല മസാലയെല്ലാം റെഡിയായിട്ടുണ്ട്. പിന്നെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം.